ഓക്കെ, അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ ഉയരുന്ന സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങൾക്ക് എങ്ങനെ മറുപടി നൽകും രവിശങ്കർ? കാരണം നേരത്തെ ആർ വി ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കേസിൽ പ്രതികൾക്കെല്ലാം രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒരുക്കി കൊടുക്കുകയല്ലേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം? അറിയാമോ പ്ലീസ്. സാറേ, അത് പറയുന്നതിന് മുമ്പ് എനിക്ക് അങ്ങയുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ ജനം ടി വി വിളിച്ചത് കൊണ്ട് വന്ന CPM ഒരു പ്രതിനിധിയാണ്. ഞാൻ CPM നേതാവൊന്നുമല്ല. ഇന്നലെ ഞാൻ അങ്ങയോടൊപ്പം ചർച്ചയിലുണ്ടായിരുന്നു. അങ്ങയുടെ ചർച്ച യൂട്യൂബിൽ കാണുന്ന അങ്ങയുടെ പ്രേക്ഷകർ ധാരാളം പേരുണ്ട്. വളരെ മോശമായി എന്നെയും എൻ്റെ കുടുംബത്തെയും വളരെ മോശമായി ചിത്രീകരിക്കുന്ന കുറെ കമന്റുകൾ അതിലുണ്ട്. ഇപ്പോ ഞാനൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനാണ്. ഞാൻ രാഷ്ട്രീയം മാറാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഭീഷണിയുടെ മുമ്പിൽ വഴങ്ങാനും ഉദ്ദേശിച്ചിട്ടില്ല. നേരിട്ട് വന്ന് എന്നോട് ചോദിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതിന് ഈ അസഭ്യം പറഞ്ഞുകൊണ്ട് ഒരാളുടെ രാഷ്ട്രീയ ബോധത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്നുള്ള ഒരു മിഥ്യാധാരണയാണ്. അത് അങ്ങയുടെ പ്രേക്ഷകരെ അങ്ങൊന്ന് ബോധ്യപ്പെടുത്തണം. അങ്ങയുടെ ക്ഷണപ്രകാരം, അങ്ങയുടെ ചാനലിന്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എനിക്ക് ഈ അസഭ്യം കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്ന് അത് പറയാൻ കൂടിയാണ് ഇവിടെ വന്നത്. സത്യത്തിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു, വളരെ മോശമായിട്ടാണ് എന്നെയും എൻ്റെ കുടുംബത്തിനകത്തിന് അവർക്ക് പ്രത്യക്ഷമായ രാഷ്ട്രീയ പ്രവർത്തനമുള്ള ആളുകളൊന്നും അല്ല. പക്ഷെ എൻ്റെ വീട്ടിലുള്ള ആളുകളെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൽ അടക്കം പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. 1957 ഗവൺമെന്റ് മുതൽ നിയമസഭാ സാമാജികരായിരുന്ന ആളുകളാണ്. അങ്ങനെ ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ആളാണ്. അത് എനിക്കിപ്പോ ഏതെങ്കിലും ഒരാളുടെ ഭീഷണി കൊണ്ട് രാഷ്ട്രീയം പറയാനൊന്നും കഴിയില്ല. അപ്പൊ അത് അങ്ങയുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വളരെ മ്ലേച്ഛമായ ഭാഷയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നിയന്ത്രിക്കുന്നത് കേരള ഗവൺമെന്റ് ആണ് എന്നൊരു ആരോപണം പലപ്പോഴായി ഉണ്ടായിരുന്നു. അതിന് ഇന്നലെയോടുകൂടി തിരശ്ശീല വീണിരിക്കുകയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ രാജാ വിജയരാഘവനും ജയകുമാർ സാറും ചേർന്നിട്ടുള്ള ആളുകൾ പറഞ്ഞു, ഈ കേസ് അന്വേഷിക്കുന്നത് ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്, ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകൾ ഞങ്ങളിൽ സമർപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തുകയാണ്. ഈ അന്വേഷണത്തിന്റെ എല്ലാ വിശദാംശങ്ങളും ജനങ്ങളെ അറിയിക്കാൻ കഴിയില്ല. എല്ലാ അന്വേഷണ കാര്യങ്ങളും പുറത്തു പറയാൻ കഴിയില്ല. ഈ അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ വിദഗ്ധരായ ഉദ്യോഗസ്ഥരാണ്. കേരള പോലീസിലെ ഏറ്റവും വിദഗ്ധരായ ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ നിയോഗിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ആ ഉദ്യോഗസ്ഥരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. CBI അന്വേഷണത്തെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം 5 വർഷം CBI സേവനം അനുഷ്ഠിച്ച ആളാണ് SIT തലവനായി ഈ അന്വേഷണ സംഘത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസന്വേഷണത്തിൽ സങ്കീർണമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇത് വിജയ് മല്യ അവിടെ സ്വർണം പൂശിയ കാലം മുതലുള്ള സ്വർണത്തിന്റെ അളവിനെ സംബന്ധിച്ചും, ആ സ്വർണം തന്നെയാണോ ഇവർ മോഷ്ടിച്ചത് എന്നതിനെ സംബന്ധിച്ചും, ആ സ്വർണം എവിടെയാണ് കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ചും വളരെ വിശദമായ അന്വേഷണം ആവശ്യമാണ്. ആ വിശദമായ സങ്കീർണമായ അന്വേഷണത്തിനിടയ്ക്ക് കുറച്ച് കാലതാമസം ഉണ്ടായേക്കാം. അത് കാത്തിരിക്കുക എന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. ഞാൻ ബാബു സാറിന്റെ പറഞ്ഞ ഒരു കാര്യത്തിൽ 85 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ കുറ്റപത്രം കൊടുത്തു എന്നിരിക്കട്ടെ. അങ്ങനെ 85 ദിവസം കഴിഞ്ഞ് കുറ്റപത്രം കൊടുത്താൽ 90 ദിവസം കഴിയുമ്പോൾ പ്രതി എന്തായിരിക്കും ചെയ്യുക? ആ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു, എനിക്ക് ജാമ്യം വേണം, ഇനി ഇതിൽ അന്വേഷണം ഒന്നും നടക്കാനില്ല. അപ്പൊ 90 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഇപ്പോഴത്തെ ന്യായവ്യവസ്ഥ അനുസരിച്ച് സ്വാഭാവിക ജാമ്യത്തിന്റെ കുറ്റവാളികൾ അർഹരാണ്. അത് IPC ആയിരുന്ന കാലത്തും ഇപ്പോ ഉള്ള ന്യായ സംഹിതയുടെ കാലത്തും ആ നിയമത്തിലൊന്നും മാറ്റം വന്നിട്ടില്ല. ഇടക്കാല കുറ്റപത്രം എന്നൊന്ന് ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയറിൽ ഇല്ല. ഇടക്കാല കുറ്റപത്രം കൊടുത്താൽ പ്രാഥമിക കുറ്റപത്രം വേണമെങ്കിൽ കൊടുക്കാമായിരിക്കാം. പക്ഷെ ഇടക്കാല ഞാൻ ചോദിച്ച സാർ മനസ്സിലാക്കേണ്ട കാര്യം, ഇടക്കാല കുറ്റപത്രം കൊടുത്ത് ഈ പ്രതികളൊക്കെ രക്ഷപ്പെട്ടു പോകണമോ? ഇതിൽ കുറ്റം ചെയ്ത അയ്യപ്പന്റെ മുതലായാലും ഏതായാലും മോഷണം നടത്തിയിട്ടുള്ള പ്രതികൾ കൃത്യമായും ശിക്ഷിക്കപ്പെടണം. ആരായാൽ തന്നെ അത് ഏത് ഉന്നതനായാലും ശിക്ഷിക്കപ്പെടണം എന്നുള്ള അഭിപ്രായമാണ് വ്യക്തിപരമായും സംഘടനാപരമായും ഞങ്ങൾക്കുള്ളത്. ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം കൂടിയാ പറഞ്ഞു. രവിശങ്കർ, അന്തിമ കുറ്റപത്രം കൊടുക്കുമ്പോൾ കൂട്ടിച്ചേർക്കലുകളാവാം. ഞാൻ ചോദിച്ചോട്ടെ സാർ, അന്തിമ കുറ്റപത്രം കൊടുത്താൽ 90 ദിവസം, ഞാൻ ചോദിച്ചു 85ാമത്തെ ദിവസം കുറ്റപത്രം കൊടുത്താലും 90ാമത്തെ ദിവസം ഈ പ്രതികൾ പറയുന്നത് എന്താ? ഈ കേസ് അന്വേഷണം എല്ലാം കഴിഞ്ഞിരിക്കുന്നു, അവർ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. പക്ഷേ അങ്ങനെ പ്രതികൾ പറഞ്ഞാലും കേസിന്റെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് കോടതിക്ക് ജാമ്യം നിഷേധിക്കാം. അവർക്ക് ഭീകരപ്രവർത്തനമൊന്നും അവർ നടത്തിയിട്ടില്ല. അവർ രാജ്യദ്രോഹ പ്രവർത്തനമല്ല, മോഷണമാണ് നടത്തിയിരിക്കുന്നത്. ആ മോഷണത്തെ സംബന്ധിച്ച് മോഷണമാണ്, കവർച്ചയാണെന്ന് സമ്മതിച്ചു. ഞാൻ സാർ പറഞ്ഞ വാദത്തോട് സമ്മതിക്കുന്നു. പക്ഷെ
അവർക്ക് 90ാമത്തെ ദിവസം അവർ കോടതി പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന 85ാമത്തെ ദിവസം ഞങ്ങൾക്ക് ജാമ്യം വേണം. അത് കോടതിയെ തീരുമാനിക്കുന്ന ജാമ്യം കൊടുക്കണോ വേണ്ട എന്നുള്ളത് സാറിന് പറഞ്ഞ കാര്യം ഞാൻ സമ്മതിക്കുന്നു. ഈ പ്രൊസീജിയർ തന്നെ ഉള്ളൂ. കർശന ഉപാധികളോട് കൂടിയല്ലേ ഈ ജാമ്യം കൊടുത്തിരിക്കുന്നത്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും SITയുടെ മുമ്പിൽ പോറ്റി ഹാജരാവണ്ടേ? പോറ്റിയുടെ ടെലിഫോൺ അടക്കം എല്ലാം നിരീക്ഷണത്തിലല്ലേ? പോറ്റി എവിടേക്ക് പോകുന്നു, ആരുമായിട്ട് സംസാരിക്കുന്നു, എല്ലാം SIT നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇതിനോടൊപ്പം ED അല്ല, സാറ് വാർത്തകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിന്റെ ഉപാധികളും നിർദ്ദേശങ്ങളും. അപ്പൊ പോറ്റിയെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും SITയുടെ മുമ്പിൽ ഹാജരാവണമെന്നാലും വ്യവസ്ഥയില്ലേ? അല്ല, അത് ശരി തന്നെ. ബാക്കിയുള്ള ദിവസങ്ങളിലോ ശരിയല്ലേ? പോറ്റിയുടെ പിറകെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോവുകയും തീർച്ചയായിട്ടും പോറ്റിയുടെ പുറകെ ഈ ഉദ്യോഗസ്ഥർ അവരുടെ ഒരു കണ്ണ് പോറ്റിയുടെ മേലില്ലാതിരിക്കുമോ സാർ? പോറ്റിയുടെ ആരുമായിട്ടൊക്കെ സൗഹൃദം സ്ഥാപിക്കുന്നുണ്ട്, പോറ്റിയല്ല ആരുമായാലും സ്വാധീനിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കും സാർ. ഇല്ലാതൊന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ നിയമത്തിലും നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിലും ഒക്കെ വിശ്വാസമുള്ള ഒരു പൗരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ അന്വേഷണത്തിൽ ഞാൻ തൃപ്തി രേഖപ്പെടുത്തുന്നതാണ്. അത് തന്നെയാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും പറഞ്ഞത്. നിങ്ങൾ കോടതിയെ വിശ്വസിക്കൂ. നിങ്ങൾ കോടതിയിൽ കൃത്യമായ കാര്യങ്ങളെല്ലാം കോടതിയെ അറിയിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തരാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ ഒരു അസ്വാഭാവികതയും കാണുന്നില്ല. BJPയുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖർ സാർ അടക്കം ഉള്ള ആളുകളാണല്ലോ CBI അന്വേഷണത്തിന് പോയത്. ആ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണല്ലോ ഹൈക്കോടതി ഇതെല്ലാം സൂചിപ്പിച്ചത്. അത് വീണ്ടും 13ാം തീയതി വെച്ചിരിക്കുകയും കൂടെയാണല്ലോ. ഇനി പോയിട്ട് ഈ ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ സാർ, EDയുടെ അന്വേഷണവും നടക്കുന്നുണ്ട്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഈ പോയിട്ട് EDയുടെ മുമ്പിൽ വീണ്ടും ഹാജരാവേണ്ടി വരും. അപ്പൊ ഇതൊന്നും നമ്മുടെ നാട്ടിൽ നിയമത്തിന് എതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെ CPM അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഗവൺമെന്റിന് ഈ കാര്യത്തെ കുറിച്ച് യാതൊരു വ്യക്തതയില്ല. ഗവൺമെന്റിനെ പോലെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. അവർ കോടതിയെ മാത്രമാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ഗവൺമെന്റ് ഇടപെട്ടു. ഗവൺമെന്റ് ഇതിനകത്ത് ഇടപെട്ട് പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു, ശബരിമല കൊള്ള മറയ്ക്കാൻ ശ്രമിക്കുന്നു ഒരു ഇലക്ഷൻ. ആഭ്യന്തര വകുപ്പിലുള്ളതല്ലേ? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? സാർ, ഞാൻ പറഞ്ഞതല്ല, എന്നെ പോലെ ഒരു സാധാരണ പൗരൻ പറഞ്ഞതല്ല. ഇത് ആദരണീയരായ ഹൈക്കോടതി ജഡ്ജിമാർ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. അവരാണ് പറഞ്ഞത്. ഗവൺമെന്റ് പോലും ഇതിനെ സംബന്ധിക്കുന്ന വ്യക്തമായ ധാരണയില്ല. ഞങ്ങൾക്കാണ് ധാരണയുള്ളത്, എല്ലാം പുറത്തു പറയാൻ കഴിയില്ല എന്ന് അവരാണ് സാർ പറഞ്ഞിരിക്കുന്നത്. അല്ല, കോടതിക്ക് വ്യക്തതയുണ്ടാവും. പക്ഷേ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അവ്യക്തതകളുണ്ട്. എല്ലാ കാര്യവും അറിയണം എന്ന വാശിയൊന്നുമില്ല പൊതുസമൂഹത്തിന്, ആ വാശിയൊന്നുമില്ല. പക്ഷെ എങ്കിലും സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലൊക്കെ ഉയർന്നു വരുന്ന കുറേ സംശയങ്ങളുണ്ട്, സന്ദേഹങ്ങളുണ്ട്. ആ സന്ദേഹങ്ങൾക്ക് എങ്കിലും ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഉത്തരം നൽകാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിക്കണം അവരുടെ പ്രവർത്തനത്തിലൂടെ. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം.